ഹായ് ഡിയേഴ്സ്, ഇതൊരു സ്പെഷ്യൽ ബജിയാണ് കേട്ടോ. കാണിച്ചു തരാം ഇതെന്താണെന്ന് വല്ല ഐഡിയ ആർക്കെങ്കിലും കിട്ടിയോ? നോക്ക്, ഇതാണ് പനിക്കൂർക്കയില വെച്ചിട്ട് ഉണ്ടാക്കണ ബജി. ഇത് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടൊന്നും കൂട്ടാനായിട്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കണ പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഈ പനിക്കൂർക്ക നമ്മൾ മാവിലേക്ക് ബജി മാവ് നമ്മൾ കടലപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് ഒരു 4 സ്പൂൺ കടലമാവിന് 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ രീതിയിൽ അത് അളവാണ് കേട്ടോ. ഉപ്പ് പാകത്തിന് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടി ഇട്ടാൽ മതി. ബജിക്ക് ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത് ഇട്ടിട്ട് നമ്മൾ ബജി മാവിൻ്റെ അളവിന് അത് കലക്കിയെടുക്കുക. ആ ഒരു പാകം അറിയാലോ. ബജി മാവിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഇതേപോലെ ഇരിക്കും. ഈ ഒരു അതായത് ഇതിൽ ഒരു കോട്ട് പിടിക്കാനുള്ള ഒരളവ് അത്രയേ ഉള്ളൂ. ഇച്ചിരി കൂടിപ്പോയോ എന്ന് സംശയമുണ്ട്, പക്ഷേ അതിനകത്ത് ഇടുമ്പോൾ മനസ്സിലാവും കൂടിയൊന്നും പോയിട്ടില്ല എന്ന്. അടിപൊളിയാണ്. പിന്നെ ഈ പനിക്കൂർക്ക എന്ന് പറയുന്ന സാധനം ഭയങ്കര ഗുണങ്ങളുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി ഈ സാധനം. ഞാൻ ഇതെല്ലാം പോളച്ച് വരും കേട്ടോ. ഞാൻ നിങ്ങളോട് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയാത്തതിൽ എന്നോടെല്ലാവരും ക്ഷമിക്കണേ. ഞാൻ പെട്ടെന്ന് തോന്നിയ തോന്നലിലാണ് ഇതിപ്പോൾ പൊരിക്കാനിട്ടതും എല്ലാം. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണേ, ആടലോടവും പോട്ടെ, വായിൽ വന്നത് എന്താണ്, അയമോദകം ഇല്ലേ, അയമോദകത്തിൻ്റെ ഒരു രുചിയൊക്കെ വരും ഈ ബജി കഴിക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ പിള്ളേർക്കും ഇഷ്ടമാണ്, അമ്മയ്ക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് കടിയൊന്നുമില്ല. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, എടി ആ പനിക്കൂർക്ക കുറച്ച് പറിച്ച് ബജി ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ബജി ഉണ്ടാക്കിയത്. ഇത് നല്ല പോളച്ച് തന്നെ കണ്ടോ, ബലൂൺ പോലെയാവും കണ്ടാ, നമ്മുടെ പപ്പടമൊക്കെ കുമ്പളയ്ക്കുന്ന പോലെ. ഈ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നമുക്കും കഴിക്കാൻ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്.